ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ചിറകരിഞ്ഞ് സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സർക്കാർ വിഹിതം വെട്ടിക്കുറച്ചതോടെ വികസന പ്രവർത്തനങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന UDF സർക്കാരിൻ്റെ തെറ്റായ നടപടിക്കെതിരെ താലൂക്ക് ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് വടക്കാഞ്ചേരി നഗരസഭ ഭരണസമിതി അംഗങ്ങൾ. വടക്കാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ മിനി അരവിന്ദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് ഫണ്ട് വെട്ടിക്കുറച്ചതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. 2026-27 വർഷത്തെ സംസ്ഥാന ബജറ്റ് വിഹിതം ജൂൺ 19 ബജറ്റിന് ശേഷം ഭേദഗതി നടത്തിയിരുന്നു. ഇതുപ്രകാരം 8,16,84,000 രൂപയിൽ നിന്നും 2,43,51,000 രൂപയാക്കിയും SC ഫണ്ട് ഇനത്തിൽ 3,83,75,000 രൂപയിൽ നിന്നും 3,26,19,000 രൂപയായും വെട്ടിക്കുറച്ചു. 6 കോടിക്ക് മുകളിലാണ് ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുള്ളത്. പ്ലാൻ ജനറലും SC വിഹിതവും കുറച്ചത് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വ്യക്തമാക്കി. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഇന്ന് ഒരു അടിയന്തര യോഗം വിളിക്കാനൊരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ 25-26 വർഷത്തെ നമ്മളുടെ ബഡ്ജറ്റ് വിഹിതം 8,16,84,000 രൂപയായിരുന്നു. അതിൽ SC വിഹിതം 3,83,75,000 രൂപ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് DPC അംഗീകാരം നേടിയിരിക്കുന്ന ഈ ഒരു സമയത്ത് പുതിയ സംസ്ഥാന സർക്കാർ വന്നിട്ട് ഈ പ്ലാൻ ജനറൽ ഫണ്ട് 5,73,33,000, SC ഫണ്ട് 57,56,000 രൂപയും വെട്ടിക്കുറച്ചു. ഈ 8.5 കോടി രൂപയിൽ നിന്ന് ഏകദേശം 2.5 കോടി രൂപയാണ് ഇനി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ചത് എന്നുള്ള ഉത്തരവ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് എത്തുകയുണ്ടായി. ഓരോ വാർഡുകളിലും വിവിധ പ്രശ്നങ്ങളായി കൗൺസിലർമാർ ജനങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് റോഡിൻ്റെ കാര്യത്തിൽ, സ്ട്രീറ്റ് മെയിൻ്റെ കാര്യത്തിൽ, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെല്ലാം അഭിമുഖീകരിക്കുന്നത് ഓരോ വാർഡിലെയും കൗൺസിലർമാരാണ്. അവർക്കൊക്കെ ഇങ്ങനെ ഈ വെട്ടിക്കുറച്ച ഫണ്ടിനോട് വളരെ വിയോജിപ്പ്. അത് കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും ഉള്ളിലുണ്ട്. പക്ഷേ ഇത് LDFൻ്റെ ഭരണസമിതിയാണ് എന്നുള്ളത് കൊണ്ട് അവരതിനെയെല്ലാം ഇകഴ്ത്തി കാണിക്കുന്ന ഒരു നില ഇന്നത്തെ കൗൺസിൽ യോഗത്തിലുണ്ടായി. അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ വരട്ടെ എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാനാവുന്നത്. കഴിഞ്ഞ 1 മാസമായി ഈ ഉത്തരവ് വന്നിട്ട് അപ്പോൾ അതിനെതിരെ വടക്കാഞ്ചേരി നഗരസഭ ശക്തമായി, അത് കൂട്ടായി തന്നെ ഞങ്ങളതിനെ പ്രതിരോധിക്കാനാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് താലൂക്ക് ഓഫീസിൻ്റെ മുന്നിൽ ഒരു ദിവസത്തെ സത്യാഗ്രഹം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നഗരസഭ മുൻകൂട്ടി 2026-27 വാർഷിക പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചിട്ടുള്ളതും DPC അംഗീകാരം ലഭിച്ചിട്ടുള്ളതുമാണ്. ഇതിൽ 75% പദ്ധതികളും നടപ്പിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ഭിന്നശേഷി സ്കോളർഷിപ്പ്, അംഗൻവാടി പോഷകാഹാരം, SSA വിഹിതം, PMAY ഭവന നിർമ്മാണം, വീട് റിപ്പയർ തുടങ്ങിയ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും പട്ടികജാതി വിഭാഗം പദ്ധതികളായ ഭവന നിർമ്മാണം, വീട് റിപ്പയർ, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും വിദ്യാർത്ഥികൾക്ക് പഠനമുറി തുടങ്ങിയ പദ്ധതികൾക്കും തുക നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. സർവ്വതലത്തിലും ജനങ്ങൾക്ക് ഗുണകരമായി വരേണ്ട പല പദ്ധതികളും നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ തനത് ഫണ്ട് വരുമാനം നഗരസഭയ്ക്കില്ല. നഗരസഭയുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച കേരള സർക്കാർ നടപടിക്കെതിരെ നഗരസഭാ ഭരണസമിതി ജൂലൈ 14 രാവിലെ 10 മുതൽ സത്യാഗ്രഹം സർക്കാർ ഓഫീസുകളുടെ കോംപ്ലക്സുകൾ ഉൾപ്പെടുന്ന താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തുമെന്നും അറിയിച്ചു. അതേസമയം തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് നൽകാത്തതിനെ ചൊല്ലി പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ അടിയന്തര പ്രമേയം ചർച്ചയിലെടുക്കാത്തതിനെ തുടർന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ വാക്പോര് നടന്നു. SMBM 2.0 ഉൾപ്പെടുത്തി നഗരസഭാ വാർഷിക പദ്ധതിയായ വിവിധ സർക്കാർ സ്കൂളുകളിൽ ടോയ്ലറ്റ് നിർമ്മാണത്തിന്റെ DPR അംഗീകരിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2025-26 സാമ്പത്തിക വർഷത്തെ സോഷ്യൽ ഓഡിറ്റിനും കൗൺസിൽ യോഗം അംഗീകാരം നൽകി. വടക്കാഞ്ചേരി നഗരസഭയുടെ 2025-26 വർഷത്തെ വാർഷിക സാമ്പത്തിക പത്രിക അംഗീകരിച്ചു. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ,
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP മദനൻ, PG സനീഷ്, ധന്യ നിതിൻ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏകദേശം 1.25 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്, കൂലി കുടിശ്ശികയുണ്ട്. അതിനിടയ്ക്ക് അടിയന്തരമായി നഗരസഭ തീരുമാനത്തിൻ്റെ ഭാഗമായി നമ്മൾ അവർക്ക് ഓൺ ഫണ്ടിൽ നിന്നും 50 ലക്ഷത്തോളം രൂപ കൊടുക്കുന്ന ഒരു സ്ഥിതി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 800ഓളം വരുന്ന തൊഴിലാളികൾ ഇപ്പോൾ നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കുടിശ്ശിക സംഖ്യ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗമായി സംഖ്യ കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് UDFൻ്റെ കൗൺസിലർ അടിയന്തര പ്രമേയമായിട്ട് വന്നത്. അടിയന്തര പ്രമേയം ചെയറിന് മാത്രം അംഗീകരിക്കാൻ അല്ലെങ്കിൽ ചെയറിന് മാത്രം അവതരിപ്പിക്കാനുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള രീതിയാണ് പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ ആക്ടിലുള്ളത്. അപ്പോൾ അവർ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അടിയന്തരമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. നമുക്ക് പ്രമേയത്തിൻ്റെ രീതിയിൽ 7 ദിവസം മുമ്പ് പ്രമേയം അവതരിപ്പിച്ച് അല്ലെങ്കിൽ പ്രമേയം തന്ന് ചെയർപേഴ്സണ് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സൻ്റെയും കൂടി അനുമതിയോടുകൂടിയാണ് അത് അനുവദിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി അപ്പം തന്നെ ശരിയാക്കണം എന്ന രീതിയിൽ നിലപാട് ശരിയല്ല. അതിൻ്റെ ഭാഗമായിട്ട് നിയമപരമായി തന്നെ അത് മാറ്റിവെക്കുകയാണ്.